അഭിജിത് ദീപ്കയും സൗരവ് ദാസും വളരെ വ്യക്തമായി തന്നെ പറയുന്നു, അമിത്ഷായെ മൂലക്കിരുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഈ രാജ്യത്തുള്ളൂ. അധികാരത്തിന്റെ അപ്പകഷ്ണം രുചിച്ച് അതിൽ മത്തുപിടിച്ച് മതോന്മത്തനായി നിൽക്കുന്ന അമിത്ഷായെ അധികാരത്തിന്റെ താഴെ ഇറക്കുക. അധികാരം ഒരു ലഹരിയായി കൊണ്ട് നടക്കുന്ന അമിത്ഷാ അധികാരം നിലനിർത്താൻ എന്ത് തരം താഴ്ന്ന പ്രവൃത്തിയും പയറ്റാൻ യാതൊരു മടിയുമില്ലാത്ത ആൾ. ഗുജറാത്തിലാണെങ്കിലും ഈ രാജ്യത്താണെങ്കിലും അത് തന്നെയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ തയ്യാറുണ്ടോ എന്ന് അഭിജിത് ദീപ്കെ ചോദിക്കുന്നു. അത് വ്യാജമാണോ അല്ലയോ എന്ന് പരിശോധിക്കട്ടെ. ഏതോ കാലത്തെടുത്ത സർട്ടിഫിക്കറ്റ്, അതും അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പോലും ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല. അഭിജിത് ദീപ്കെ പറയുകയാണ് തന്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ താൻ തയ്യാറാണ്. എന്നാൽ വ്യാജ ബിരുദധാരികളെ കുറിച്ച് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് അവരെയാണ് താൻ ക്ഷുദ്രജീവികളെന്നും പാറ്റകളെന്നും ഉദ്ദേശിച്ചതെന്നാണല്ലോ. എന്നാൽ അത് നരേന്ദ്രമോദിയെ കുറിച്ച് തന്നെയാണ് എന്ന് പറയാൻ കിട്ടിയ ഒരു അവസരമാണ് അഭിജിത് ദീപ്കയ്ക്ക്. തന്റെ ബിരുദമൊന്നും വ്യാജമല്ല, എന്നാൽ വ്യാജ ബിരുദം എടുത്തുകൊണ്ട് ചക്രവർത്തിയായി വാണരുളുന്ന ഒരു മഹത് വ്യക്തി ഇന്ത്യയുടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ സിഇഒ എന്ന രീതിയിൽ ഇരിക്കുന്നുണ്ട്. അയാളാണ് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളെ മുഴുവൻ എല്ലാ തരത്തിലും അവരെ സഹായിക്കാൻ പൊതു മേഖല മുഴുവൻ വിറ്റു തുലയ്ക്കുന്നത്. അതിനെതിരെ ഏതെങ്കിലും സമരം ചെയ്താൽ അവരെ തിണ്ണമെടുക്ക് കാണിച്ച് അവരെ തല്ലിച്ചതച്ച് അവരെ കൊലയ്ക്ക് കൊടുക്കാൻ പോലും മടിയില്ലാത്ത മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അയാളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അയാൾ വീണാൽ ചക്രവർത്തിയുടെ പകുതിയിലധികം അംഗബലവും കുറയും. ചക്രവർത്തി താനെ തറയിലേക്ക് വീഴും. പിന്നെ ചക്രവർത്തിക്ക് അധികം നാൾ ഉണ്ടാകില്ല എന്ന് കൃത്യമായി അഭിജിത് ദീപ്കെ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നുണ്ട്. അമിത്ഷാ ഗുണ്ടയെ പോലെ പെരുമാറുന്നു എന്നല്ല, ഗുണ്ടായുസം കാണിക്കുന്ന വ്യക്തി തന്നെ. ഗുജറാത്തിലായിരുന്നാലും ശരി, ഇന്ത്യ മഹാരാജ്യത്തായിരുന്നാലും ശരി, അമിത്ഷായുടെ ഈ ഗുണ്ടായുസത്തിന് അറുതി വരുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് അഭിജിത് ദീപ്കെ ഇപ്പോൾ നടത്തി വരുന്നത്. അതിന്റെ തുടക്കമായിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കാണൂ എന്നാണ് സൗരവ് ദാസും പറഞ്ഞിരിക്കുന്നത്. സൗരവ് ദാസും പ്രശാന്ത് കിഷോറും അഭിജിത് ദീപ്കയും കൂടി ഒരു ലീഗ് ഉണ്ടാക്കിയാൽ, അതായത് ഒരു ഇക്വേഷൻ പോലെ ഒരുമിച്ച് നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ നരേന്ദ്രമോദി കെട്ടിപ്പൂക്കിയ ഈ വ്യാജ ബിരുദങ്ങളും ഈ വ്യാജ തട്ടിക്കൂട്ട് ഭരണവും.